ഹായ്, ഞാൻ സംസ്കൃതി ഷനായ്. എൻ്റെ പുതിയ മൂവി മരുഭൂമിയിൽ ആനയുടെ വിശേഷവുമായി ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ ലൈഫിൽ. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ ഒരു പ്രാവശ്യം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ചെറിയൊരു ഒട്ടകമായിരുന്നു അത്, ഇവിടെ ട്രിവാൻഡ്രം എന്തോ. ബട്ട് ഇത് നല്ല അവിടുത്തെ ഒട്ടകം ആൻഡ് അവിടുത്തെയും മണ്ണിലും അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ക്രേസിനെസ് ആയിരുന്നു. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ തന്നെ വീഴും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അത് നടക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോഴത്തേക്കും അയ്യോ ഞാൻ വീഴോ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആ ഒരു അറ്റയറിലായിരുന്നു ഞാൻ അവിടുത്തെ മുസ്ലിം ഒരു പർദ്ദ പോലത്തെ ഒരു സംഭവമൊക്കെ ഇട്ടിട്ട്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മോഹനീരാഴിയിൽ കാറ്റുപായി വഞ്ചി പോൽ തെന്നിയും തുള്ളിയും നീങ്ങി നാം ഭൂതു പെയ്യുന്ന മണലിൽ നിന്നാശ പൂക്കുന്ന വഴിയിൽ. വിജയനെ ഞാൻ ആക്ച്വലി അനാർക്കലിയിലൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഷോർട്ട്സ് അല്ലെങ്കിൽ ജീൻസ് ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരു കംപ്ലീറ്റ് ലുക്ക് മാറിയിട്ട് ഇതിൽ കംപ്ലീറ്റ് ഒരു അറബി വേഷം കണ്ടപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി കുറേ മാറി. വിജയൻ്റെ ലുക്കും അതെ, ഈവൻ കോസ്റ്റ്യൂംസ് എന്തായാലും അതെ, ബട്ട് ലുക്ക് ഈവൻ ഫേസ് നമുക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. ഞാൻ ആദ്യം കാണുമ്പോഴത്തേക്കും വിജയേട്ട എന്താണിത് എന്നാണ് ചോദിച്ചത്. ഞാൻ ആദ്യം വിജയേട്ടനെ ദോഹയിൽ വെച്ച് കാണുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു അറ്റയറിലായിരുന്നു. ആൻഡ് നമുക്ക് ആക്ച്വലി അത് കാണുമ്പോൾ തന്നെ ചിരി വരും. കാരണം പുള്ളിക്കാരനെ ആദ്യം നമ്മൾ കണ്ടത് അങ്ങനെയൊന്നും അല്ലല്ലോ. സോ ഇത് ഒരു രസകരമായിട്ടൊരു പോകുന്ന ഒരു സംഭവമാണ്. ഇത് എന്തായാലും ഈ മൂവി കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. വളരെ എന്താ പറയുക, ത്രൂ ഔട്ട് ആ ഒരു കോമഡി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മലയാളക്കരയിൽ വന്നേ എന്തിനാ حبيبي no no മാഫി ഫിലൂസ് മാഫി മുഷ്കിൽ. ഇതിൽ എൻ്റെ ക്യാരക്ടറുടെ പേര് കീർത്തി എന്നാണ്. കംപ്ലീറ്റ്ലി ഒരു മൈനക്കാട് എന്നൊരു വില്ലേജ് ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പോൾ വില്ലേജിൽ എനിക്ക് കൂടുതലും കോമ്പിനേഷനുള്ള കിറ്റാൻ്റെ കൂടെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ലവ് സ്റ്റോറി, ആ ഒരു റൊമാൻറ്റിക് ട്രാക്ക് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം അവരുടെ പ്രശ്നങ്ങൾ വരുന്നതും അത് ഒരു സപ്പോർട്ടായി നിൽക്കുന്നതും ഒരു എന്താ പറയുക, ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ട്രാക്കും പോകുന്നുണ്ട്. തെങ്ങ് ചതിച്ചാലും മണ്ണെന്നെ വിട്ടാലും കണ്ണ് നനയാതെ കാത്തിടാം. ശങ്കില ചോരയായി നീ എന്നുമുണ്ടെങ്കിൽ എന്തിനും പോന്നവനാകും ഞാൻ. പന്തുരുളും പോലെ കാലങ്ങൾ നീങ്ങുമ്പോൾ ചന്തവും പോകും തൊലി ചുളുങ്ങും. അന്തിക്കും മായാത്ത സൂര്യനായി അപ്പോഴും സ്നേഹം തിളങ്ങിടും. മണ്ണപ്പം ചുട്ടു കളിക്കണ കാലം എന്നപ്പം കൂടിയ പെണ്ണല്ലേ. മണ്ണപ്പം ചുട്ടു കളിക്കണ കാലം എന്നപ്പം കൂടിയ പെണ്ണല്ലേ. ഞാൻ ആക്ച്വലി വിചാരിച്ചില്ല, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യം ഇപ്പോൾ മൂവി ആക്സെപ്റ്റ് ചെയ്തപ്പോൾ, മൂവി ഓഫർ വന്നപ്പോൾ ആരാണ് എന്താണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ക്രിപ്റ്റൊക്കെ കേട്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ VKP സാറുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയ സംഭവം തന്നെയാണ്. സോ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അറിയുന്നത് പ്രേമത്തിൽ ചെയ്ത കിച്ചു എന്ന് പറഞ്ഞൊരു ആളാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് മറ്റേ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് കണ്ണോ അതോ അയസ്കാന്തമോ ആ ഒരു സംഭവം നമ്മുടെ
തലയിൽ അപ്പോഴും ഉണ്ട്. സോ അതിൻ്റെ ഒരു ഇത്. പിന്നെ നേരിട്ട് കാണുമ്പോഴത്തേക്കും വളരെ ഫ്രണ്ട്ലി ആണ് ആൻഡ് കോഓപ്പറേറ്റീവ് ആണ്. സോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അത്ര ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഷൂട്ടൊക്കെ പോയി. മണ്ണപ്പം ചുട്ടു കളിക്കണ കാലം എന്നപ്പം കൂടിയ പെണ്ണല്ലേ, മണ്ണപ്പം ചുട്ടു കളിക്കണ കാലം എന്നപ്പം കൂടിയ പെണ്ണല്ലേ. ലൊക്കേഷൻ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. കാരണം ഞങ്ങൾ എറണാകുളത്തല്ല, തൃശ്ശൂരാണ് ഷൂട്ട് ചെയ്തത്. തൃശ്ശൂർ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഇതുവരെ തൃശ്ശൂർ അങ്ങനെ അമ്പലം കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല. സോ അവിടെ പോയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് രസം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരെ കാണുക, സംസാരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ ഇതിൽ ലൊക്കേഷൻ ആദ്യം ഞാൻ പോയത് ദോഹയാണ്. അവിടെയാണ് എല്ലാ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. സോങ് ഷൂട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദോഹ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതിൽ അവിടെ ഒട്ടകത്തിലിരുന്ന് പോകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. പിന്നെ തൃശ്ശൂർ, പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് ചെറിയ വീട് ഒക്കെ ആയിട്ടൊരു എൻ്റെ വീടായിട്ട് കാണിക്കുന്നത് ഒരു ഇതാണ്, ഒരു ഇല്ലം പോലെ ഒരു നാലുകെട്ട്. സോ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ പോയി ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് രസമാണ്. നമുക്ക് പഴയ കാലത്തെ ഒരു ആ ഫീലിംഗ് കിട്ടും. ഖത്തർ, ഓൾ ഖത്തർ, ഷെയ്ഖ് കുമാരുടെ ഖത്തർ. ഇത് നമ്മുടെ ജോലിയല്ലേ? എന്താണ്? വെൽക്കം ടു ഖത്തർ മൈ ഫ്രണ്ട്. If you call my boss, you will have a lot of trouble. ആ സാധനത്തിനെ കൊണ്ടുവരാനാണോ നീ ഇത്ര വലിയ റിസ്ക് എടുക്കാൻ പോയത്? No, 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 no. I am not mama. No, no, no. Only girls. Get out. ഇതിലല്ല. Bring girls. You Tamil. What's your name? മലർ. Mafi Filos. Mafi Mushk. VKP സാറായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ഭയങ്കര ഫ്രണ്ട്ലി റിലേഷനാണ്. സാറ് സെറ്റിലിരുന്നിട്ട് ചുമ്മാ വാരിക്കൊണ്ടിരിക്കും, എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് കോമഡി, ഫുൾ ടു കോമഡി ആയിരുന്നു. നമുക്ക് ഒരിക്കലും ഒരു എനർജി ഡ്രോപ്പ് ആവാൻ പുള്ളി സമ്മതിക്കില്ല. എന്തുണ്ടെന്നുണ്ടെങ്കിലും അപ്പ ചിരിപ്പിക്കും. എന്നിട്ട് പറയും, നീ എന്തിനാ ടെൻഷൻ അടിക്കണം, ചുമ്മാ ചെയ്താൽ പോരെ എന്ന് പറയും. എനിക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. ബിക്കോസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നീ അഭിനയിക്കണ്ട, ഫീൽ ചെയ്താൽ മതി എന്ന് പറയും. സോ നമുക്കൊരു എന്താ പറയുക, പ്രഷറില്ല, ഒരിക്കലും ഒരു പ്രഷർ തന്ന് അതൊന്നും ചെയ്യത്തില്ല. കാരണം അത്രയും ഫീൽ ഫ്രീ, ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക് എന്ന് പറയത്തുള്ളൂ. ആൻഡ് നമ്മൾ ചെയ്യുന്ന ഇതിൽ പുള്ളി കറക്റ്റ് ചെയ്തുകൊണ്ട് വരും. സോ അതിൽ നമുക്ക് കുറേ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. സോ അതിൽ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. രണ്ട് സോങ്സ് ഉണ്ട്. ഒരെണ്ണം മരുഭൂമിക്കാരനാണെന്ന് പറഞ്ഞിട്ട് വിജാൻ്റെ ഒരു മെയിനായിട്ട് ഇവിടെ വന്നിറങ്ങുന്ന ഒരു സംഭവമാണ് അറബി ആയിട്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് മണ്ണപ്പം ചുട്ട് കളിക്കണ കാലം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ജയചന്ദ്രൻ സാറിൻ്റെ ആണ്. വളരെ നല്ല സോങ്ങാണ്. ആക്ച്വലി ആ സോങ് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് കുറേ കോൾസും ഒക്കെ വരുന്നുണ്ട്. അതിൽ എൻ്റെയും കിച്ചുവിൻ്റെയും ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരു വളർച്ചയുടെ ആ ഒരു ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സോങ്ങിലൂടെ കാണിക്കുന്നുണ്ട്. ഓരോ സീനായിട്ട് നമ്മൾ പോകുന്ന പോലെ ആ സോങ്ങിലൂടെ കംപ്ലീറ്റ് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ടു പ്രസൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അതിൽ ത്രൂ ഔട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സോങ് ആക്ച്വലി. മണ്ണപ്പം ചുട്ടു കളിക്കണ കാലം എന്നൊപ്പം കൂടിയ പെണ്ണല്ലേ, മണ്ണപ്പം ചുട്ടു കളിക്കണ കാലം എന്നൊപ്പം കൂടിയ പെണ്ണല്ലേ, മാനത്ത് മുട്ടണതെങ്ങുപോലെ നീ നട്ട മോഹമതേറവേ, രാശി പിഴച്ചാലും കാശ് നശിച്ചാലും ആശിച്ചതങ്ങനെ മാറുമോ, വാശിപ്പുറത്താറ് വന്ന് തടഞ്ഞാലും ആണൊരുത്തൻ വിട്ടു പോകുമോ, കാലം കരളില് ചെത്തിയിറക്കണ പ്രേമത്തിൻ കള്ള് നുഴങ്ങിണത്തുമ്പിപ്പോൾ പാടവരമ്പത്ത് പാറി നടന്നത് കണ്ണഞ്ചും വേഗം മറന്നുവോ പെണ്ണേ, കണ്ണഞ്ചും വേഗം മറന്നുവോ പെണ്ണേ, കണ്ണഞ്ചും വേഗം മറന്നുവോ പെണ്ണേ. ഞാൻ ആക്ച്വലി കൊങ്കണിയാണ്.
പക്ഷെ ജനിച്ചു വളർന്ന എല്ലാം ഇവിടെയാണ്. സോ എനിക്ക് മലയാളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മലയാളം സിനിമ ചെയ്യുന്ന ഒരു വീട് പോലെ ഒരു ഹോംലി ഫീലിംഗ് ആണ്. സോ എനിക്ക് അതിനോട് ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ആക്ച്വലി ഒരു നാടൻ ക്യാരക്ടർ ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. ആൻഡ് ലൈക്ക് സാരി ഉടുക്കുക ഇതൊക്കെ എനിക്ക് കുറേ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഇടയ്ക്ക് ജീൻസ് ഇതൊക്കെയാണല്ലോ ട്രെൻഡ്. സോ അതിനിടയ്ക്ക് ഒരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നമുക്ക് നാടനായിട്ട് കാണാൻ പറ്റുന്ന കുറച്ചുകൂടെ ഒരു സിനിമയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. സാഹിബാ ಇನ್ನೇದು ಮೇಘದೂದು ಕಾತು ನಿಲ್ಪು ಸಾಹಿಬಾ ಇನ್ನೇದು ಲೋಲಗಾನ ಪಾಡಿ ನಿಲ್ಪು എന്നിലെ സാഗരം മോഹമായി വാർന്നുവോ പിന്നില ചന്ദനം പെയ്തനായി പെണ്ണിയോ. അനാർക്കലിയിൽ ഇപ്പോഴും ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട്, ചേച്ചി തന്നെയല്ല പാട്ട് പാടിയെന്നൊക്കെ ചോദിക്കും. ബട്ട് ഇറ്റ് ഇസ് ലൈക്ക് രസമുണ്ട്. എനിക്ക് ആ പാട്ടും ഇഷ്ടമാണ്. അത് അവിടുത്തെ ഒരു സ്റ്റൈല് പാട്ടും അവിടുത്തെ ആൾക്കാർക്ക് കുറേ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ലക്ഷദ്വീപിൽ നിന്ന് കോളൊക്കെ വന്നിരുന്നു പാട്ട് കൊള്ളാമെന്നൊക്കെ. അപ്പോൾ അവിടുത്തെ വെഡ്ഡിങ്ങിനൊക്കെ അവിടുത്തെ എല്ലാ കല്യാണം എന്ന് വെച്ചാൽ ദ്വീപിലെ എല്ലാ ആൾക്കാരും കൂടി ചേർന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഈ പാട്ടൊക്കെ അവരിട്ടുണ്ട്, കല്യാണത്തിന് ഈ പാട്ട് ഇട്ടിട്ട് ഞങ്ങൾ അവിടെ ഉള്ള സമയത്ത് തന്നെ നടക്കുന്നതാണ്. എന്നിട്ട് പറയും നല്ല പാട്ടാണ് ചേച്ചി, നന്നായിട്ട് പാടുന്നുണ്ട് പറയും. ഇപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്കും ദുബായല്ലേ എന്നൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. സംസ്കൃതി എന്ന പേര് എൻ്റെ അച്ഛനായിട്ടത്. അച്ഛന് മോള് വേണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. സോ അച്ഛൻ MBBS പഠിക്കുമ്പോൾ തന്നെ ആക്ച്വലി കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഡിസൈഡ് ചെയ്താണ് എനിക്കൊരു മോള് വേണം, അവളുടെ പേര് സംസ്കൃതി എന്നായിരിക്കും എന്ന്. സോ അങ്ങനെയാണ് സംസ്കൃതി എന്ന പേര് വന്നത്. ഷെനായ് ഞങ്ങൾ കൊങ്കണീസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി നെയിമാണത്. എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ചിലർ പറഞ്ഞു സംസ്കൃതി ഭയങ്കര നീണ്ട പേരാണ്, അതൊന്നും വേണ്ട, പേര് മാറ്റണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, അത് നടക്കില്ല, കാരണം എൻ്റെ അച്ഛൻ വെച്ച പേരാണ്. ആൻഡ് എനിക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി കൈൻഡ് ഓഫ് നെയിമാണ്. സോ അതങ്ങനെ ഇരിക്കട്ടെ, അഥവാ പേര് അഥവാ ഡിഫിക്കൽട്ട് ആണെങ്കിലും എന്ന് പറഞ്ഞ് ആ ഒരു കുട്ടീനെ ഓർക്കും. സോ അത് മതി എന്ന് പറഞ്ഞു. ഇളംകുയിലിന്നീർത്തുരീണം ചേർന്ന ചുണ്ടാൽ കോറിനി അതലങ്ങും വിലങ്ങും കോറിനി. കാണുന്നുണ്ടോ നീ, കണ്ടു നിന്നു ഞാൻ. ഒരുത്തി അവളൊരുത്തി ആൽമഴക്കും കതിരൊരുത്തി. ഒരുത്തി അവളൊരുത്തി ആൽമഴക്കും കതിരൊരുത്തി. സാം എന്ന് വിളിക്കും, ആരായാലും സാം അല്ലെങ്കിൽ സമീ എന്നൊക്കെ വിളിക്കും. കാരണം സംസ്കൃതി എന്ന് വിളിക്കുന്നത് വളരെ അപൂർവം പേരാണ്. ലൊക്കേഷനിലൊക്കെ കൂടുതലും സാം എന്ന് വിളിക്കും, ഫ്രണ്ട്സ് സമീ എന്ന് വിളിക്കും. വീട്ടിൽ പിന്നെ 100 കണക്കിന് പേരുണ്ടാവും നിക് നെയിംസ് ആയിട്ട്. ഞാൻ ഒറ്റ മോളാണ്. സോ കംപ്ലീറ്റ്ലി വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ സൈഡും അമ്മയുടെ സൈഡും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ ഞാൻ ഒറ്റ ഒരു ആളേ ഉള്ളൂ പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ ഒരു ഇതില് പല പല പേരുകളുണ്ട്, സംസ്കൃതി എന്ന് മാത്രമല്ല. ஆள சாச்சு புட்ட கண்ணால ஐயோ தங்களைய என்னால மூச்ச வாங்கி போடுற முன்னால பேச்சே நின்னுருச்சு தன்னால. காணாம போனேன்டா கொய்யால, என்னமோ ஆச்சுடா மொய்யால, தலைகீழா நடக்கிறேன் கையால, இப்போ மென்டலா ஆயிட்டேன் அவளால. തമിഴിൽ എൻ്റെ ഫസ്റ്റ് മൂവി മൈന എന്ന മൂവിയിലെ ഹീറോയുടെ കൂടെയാണ് വിദാർത്ത്. അത് കാട്. പിന്നെയാണ് വില്ലമ്പ് വന്നത്. വില്ലമ്പ്
ഞാൻ ഇതിന് തൊട്ട് മുമ്പാ ചെയ്തത്. ഈ ഇടയ്ക്ക് തന്നെ റിലീസായി. അത്യാവശ്യം നല്ല രീതിയിൽ പോയി. അനിരുദ്ധ് പാടിയ ഒരു ആളെ സാച്ചപ്പുട്ട കണ്ണാലെ എന്നൊരു സോങ് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു അവിടെ. സോ അതിൻ്റെ ഒരു ഇത് അവിടെ ഉണ്ട്. ചെന്നൈയിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു സോങ്ങിൻ്റെ ബേസിലാണ്, അഥവാ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് എങ്കിലും ആ ഒരു സോങ്ങിൻ്റെ ബേസിലാണ്. സോ തമിഴിൽ ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ കന്നഡ മൂവി ചെയ്യുന്നുണ്ട്. എൻ്റെ അപ്കമിങ് മൂവി അതാണ്, ഹാപ്പി ബർത്ത്ഡേ എന്ന മൂവി. സോ ഓഗസ്റ്റ് എൻഡ് തന്നെ അതും റിലീസ് ഉണ്ടാവും. உனகத்து நீ கடிச்சுதான் துப்புற, அடத்தரையெல்லாம் பூக்குதடி. என்ன இஷ்டமா பார்த்துதான் சிரிக்கிற, உள்ள ஜிப்புன்னு ஏறுதடி. ஓடி சண்டாலி ஒன்னால தவிச்சண்டி. ஒன்னா நம்பர் 420 ஹீரோவா ஆக்கி புட்டா. நானோ காணாம போனேடா கொய்யால, என்னமோ ஆச்சுடா மொய்யால. தலகீழா நடக்கிறேன் கையால, இப்போ மென்டலா ஆயிட்டேன் அவளால. എൻ്റെ ഫസ്റ്റ് മൂവി ബ്ലാക്ക് ബട്ടർഫ്ലൈ, വില്ലംപിള്ള ഹീറോയുടെ നമ്മുടെ ബാലാജി ശക്തിവേൽ സാറുടെ വഴക്കൻ 18/9 എന്ന മൂവിയുടെ റീമേക്ക് ആയിരുന്നു ബ്ലാക്ക് ബട്ടർഫ്ലൈ. സോ അതിലെ ഹീറോ ആണ് ശ്രീ. ആൻഡ് അതിൻ്റെ റീമേക്കാണ് ഞാനിവിടെ മലയാളത്തിൽ എൻ്റെ ഫസ്റ്റ് മൂവി ആയിട്ട് ചെയ്തത്. സോ ആ ഒരു റിലേഷൻ ആദ്യമേ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊരു തോന്നിയൊരു ക്യാരക്ടറാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, അത് ഇവിടത്തെയും അവിടത്തെയും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വീടാണ്, അറിയാവുന്ന ലാംഗ്വേജ് ആണ്. അവിടെ പോകുമ്പോഴത്തേക്ക് അറിയാവുന്ന ലാംഗ്വേജ് അല്ല. സോ ഞാൻ അവിടെ തമിഴൊക്കെ അഥവാ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സെറ്റിൽ പോയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വില്ലേജിൻ്റെ കാര്യം എനിക്കൊന്നും അറിയില്ല. ഇവിടുത്തെ അറ്റ്ലീസ്റ്റ് നമുക്ക് മലയാളി ഒരു കൾച്ചർ എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാകും. പക്ഷെ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ വില്ലേജസിലെ പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതൊരു കുറച്ച് ബോൾഡ് ക്യാരക്ടറാണ്. രണ്ട് സൈഡ്. അച്ഛനെ കാണുമ്പോഴത്തേക്കും കുറച്ച് പതുങ്ങി നിൽക്കുന്ന പാവം ഒരു കുട്ടി, പക്ഷെ സെയിം ടൈം ബോയ് ഫ്രണ്ടിനെ കണ്ടിട്ട് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സൈഡ് ഒരു സംഭവമാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനത്തെ റോൾസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്പോൾ മോഡേൺ ഇതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിറ്റി ലൈഫിൽ എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷേ ഈ വില്ലേജസിൽ പോയി ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. என்ன ஆச்சு என்னமோ ஆச்சு எனக்கு புரியல எதுவும். தலகீழா கவத்தட்ட சாச்சு உனக்கு தெரியுதா அதுவும். நினைச்சு பார்க்கல சிரிச்ச பாக்கல வளைச்சு போட்டவோம் கண்ணால. பார்த்த நொடியில போட்ட பிடியில மாத்த முடியல என்னால. நீயும் அடி நானும் ஒன்னா சேர்ந்தா வேற எதுவும் எனக்கு வேணாம். அது போதும் அது போதும். பார்த்ததும் இல்ல, படிக்கவும் இல்ல, பழக்கமும் இல்ல, காதல் புதுசு எனக்கு புரியாது. அறியவும் வேணா அனுபவம் வேணா, அது வரும் தானா, அதுக்கு வரம்பு முறையே கிடையாது. அவள மனசுல அனிதா அடிக்கிற அங்கனா படமென தொங்கிதா சிரிக்கிற. நசங்காம மனங்கசங்காம என்ன மாத்திட்ட. நீயும் அடி நானும் ஒன்னா சேர்ந்தா வேற எதுவும் எனக்கு வேணாம். அது போதும் அது போதும். நீயும் நானும் ஒன்னா சேர்ந்தா மனசர கடிக்கும், வேற எதுவும் வேணா எனக்கு அது போதும்.